ഇവിടെ പണിക്കാരൻ്റെ ഞാൻ ഓരോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. നമ്മളെ സുക്കുറാകെ പുടുത്തം പൊട്ടിക്കണേ. ആ അങ്ങാടിന്ന് അങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ. ഓന് കടം കൊടുക്കരുതട്ടോ, കൊടുത്ത കിട്ടനല്ല. 3-4 ദിവസമായിട്ട് നാട്ടിലില്ല, എവിടേക്കോ മുങ്ങിക്കണുണ്ട്. അഥവാ അങ്ങോട്ടെങ്ങാനും വരികയാണെങ്കിൽ തടിയാണ് എടുത്തോണ്ട്. പണ്ട് ഓണ്ട കായ്മേനും അങ്ങാടി പോലൊക്കെ വെലസീനെ പ്രമാണി പറഞ്ഞിട്ട് എന്താ കാര്യം? നക്കിപ്പിന് കരുതി ഇമ്മ എന്നാക്കണ് വരുന്നേ. പഠിച്ചോനെ പരീക്ഷണങ്ങളെ മേല് പരീക്ഷണങ്ങളാണല്ലോ. അസ്സലാമലൈക്കും. ഈ തിരക്കില്ല? അല്ല പറഞ്ഞു. ഒന്നിനോട് കാര്യം സംസാരിക്കണ്ട, ഒന്ന് വാ. സാമ്പത്തികമായിട്ട് വല്ലതും ഉണ്ടോ കയ്യിൽ? ചെറിയ നെഞ്ഞുവേദനയുണ്ട്, 2-3 ദിവസമായിട്ട് റാൻഡാക്കും കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു മനസ്സിനോട് ഇപ്പോൾ ചോദിച്ചാലും പറ്റിയ അവസ്ഥയിലല്ല. എൻ്റെ പൈസ ഒന്നുമില്ലടാ, അതൊക്കെ ഓരോ പരിപാടി കൂടെ ഇറങ്ങിക്കിടക്കാണ്. ഇജ്ജ് വേറെ ആരെങ്കിലും ചോദിച്ചു നോക്ക്. അപ്പോൾ എല്ലാവരും കൂടി ചോദിച്ചു, ലാസ്റ്റ് ഇപ്പം എന്നോടാണ് കണ്ടപ്പോൾ ചോദിച്ചു എന്നുള്ളൂ. പക്ഷെ അതൊക്കെ സെറ്റാവും. ഞാൻ പോയിട്ടെന്നാ. അസ്സലാമു അലൈക്കും. അല്ല അനസജ്ജ എവിടെ? ഇജ്ജിപ്പോ ഇവിടെ ഉണ്ടായിനല്ലോ, ഇജ്ജിപ്പോ കൊടുക്കാൻ മുങ്ങി. എൻ്റെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ. പോയോ? ഞാൻ ഒന്ന് മൂത്ര വയ്ക്കാൻ വേണ്ടിയാണ്ടേ പോയതേന്നു. അപ്പടെ ചെങ്ങ എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഓൻ വരുമ്പോൾ തന്നെ അവിടെ നിന്ന് മുങ്ങാന്. പാവടാ, ഇന്ന് വരും അങ്ങനെ ചോദിച്ചിട്ടില്ല. കേട്ടപ്പോൾ സങ്കടമായി. എൻ്റെ കാരണമൊക്കെ ഒന്ന് ലക്ഷങ്ങൾ കൊടുക്കണ്ടായിരുന്നു. ഇജ്ജേ ഓൻ്റെ കാര്യം കേട്ട് സെൻറ്റ് അടിച്ചാൽ നിൽക്കണ്ട, ഓൻ്റെ സ്ഥിരം ഡയലോഗ് അത്. പാവടാ, കേട്ടപ്പോൾ സങ്കടമായി. ആരെങ്കിലും എന്തെങ്കിലും പറയണേക്കാണ്ട് അതിനിങ്ങനെ ഇതാകാൻ നിൽക്കണ്ട. എനക്ക് ബലപ്പറ്റെന്ന് അറിയാത്തോണ്ടാണ്. പാവടാ, അവൻ ആകെ ചോദിച്ച 2000 റുപ്യാണ്. പക്ഷെ ആകെ വിഷമായി. കൊടുത്താൽ മതി. ആരപ്പത്? കുറെ നേരമായല്ലോ. ഹലോ, എപ്പോ? എന്തെന്താ എന്തേ? അങ്ങോട്ട് വിട്, വേം വിട്, വേം വിട്, വേം വിട്. ഹലോ കുട്ടികളെ, എപ്പോഴും സംഭവിച്ചേ? നേരത്തെ വന്നിന് ഹോസ്പിറ്റലിൽ, നെഞ്ഞുവേദന എന്നാ പറഞ്ഞത്. സുക്കൂർ പാവേനില്ലടാ. മനുഷ്യന്മാരൊക്കെ അതെ.